ഒരിക്കൽ ഒരു അമ്മൂമ്മ എൻ്റെ അടുക്കൽ വന്ന് ഒരു സങ്കടം പറഞ്ഞു. അതിപ്രകാരമാണ്: അച്ചോ, എനിക്ക് ഒരു മകളുണ്ട്, അവൾക്ക് 2 മക്കളുമുണ്ട്, ഒരാണും ഒരു പെണ്ണും. സന്ധ്യാനേരങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇവരെ വിളിക്കുമ്പോൾ ഇവരാരും വരാറില്ല. എൻ്റെ മകളാണെങ്കിൽ ഫോണും സീരിയലും അതിൻ്റെ പിന്നാലെ പോകും. 2 മക്കളും കളിക്കാനും കൂട്ടുകാരും ഒത്തുപോകും. അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കാം അമ്മമ്മ, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് ആ അമ്മാമ്മയെ ആശ്വസിപ്പിച്ചു വിട്ടു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആ അമ്മാമ്മയെ ഞാൻ കണ്ടു. ആ അമ്മാമ്മയുടെ മുഖത്ത് വലിയൊരു ദുഃഖം. അമ്മാമ്മയുടെ കാര്യം തിരക്കിയപ്പോഴാണ് ആ അമ്മാമ്മ വേദനയോടുകൂടെ പറയുകയാണ്: അച്ചോ, എൻ്റെ മകൾ ഇപ്പോൾ ഡിവോഴ്സിൻ്റെ വക്കിലാണ്. മകളുടെ മകൾ, ആ പെൺകുട്ടി, വേറൊരു പയ്യനുമായിട്ട് ഒളിച്ചോടി. മകനോ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടു. ഞാൻ അന്നേ അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പറഞ്ഞതാണ്. എൻ്റെ വാക്ക് ഇവരാരും കേട്ടില്ല. ഇപ്പോൾ അവർ അനുഭവിക്കുന്നു. അച്ചോ, വചനം ശ്രവിച്ച് വചനത്തോടൊപ്പം യാത്ര ചെയ്യുന്ന വചനയാത്രയിലെ പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ സുവിശേഷത്തിൽ ദൈവം തൻ്റെ സ്നേഹബന്ധത്തിലേക്ക്, തൻ്റെ സ്നേഹവിരുന്നിലേക്ക് അനേകം വ്യക്തികളെ ക്ഷണിക്കുന്നുണ്ട്. എന്നാൽ അവരാരും ആ സ്നേഹബന്ധത്തിലേക്ക് വരുന്നില്ല. അത് തിരസ്കരിക്കുകയും വിളിച്ചവരെ അവഹേളിക്കുകയും ചെയ്യുകയാണ്. വിവാഹ വിരുന്നിന് വന്ന ഒരാൾ വിവാഹ വസ്ത്രമില്ലാതെ ആ വിരുന്നിൽ പങ്കുചേരുന്നു. പ്രിയപ്പെട്ടവർ, നമ്മളും പലപ്പോഴും ഈ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ട ഈ വ്യക്തികളെ പോലെയാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആ അനുഭവത്തിലെ, ആ അമ്മാമ്മയുടെ അനുഭവത്തിലെ മക്കളെ പോലെയാണ് നമ്മളും. ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് വരാതെ നമ്മുടേതായ വയലുകളിലേക്ക് നാം പോകുന്നു. സോഷ്യൽ മീഡിയ, നമ്മുടേതായ ചില റിലേഷൻസ് എക്സെട്ര. അതോടൊപ്പം തന്നെ നമ്മുടേതായ ചില വ്യാപാരങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. പണം, സ്വത്ത്, സുഖം എന്നിങ്ങനെയുള്ളവ. അതുപോലെ തന്നെ പലപ്പോഴും നാം വിവാഹ വസ്ത്രമില്ലാതെ വിവാഹ വിരുന്നിൽ, സ്നേഹവിരുന്നിൽ പങ്കുചേരുന്നുണ്ട്. സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, അനുതാപത്തിൻ്റെ, കരുണയുടെ, മാനസാന്തരത്തിൻ്റെ, സഹനത്തിൻ്റെ, കുമ്പസാരത്തിൻ്റെ, വിശുദ്ധിയുടെയൊക്കെ വസ്ത്രം ഇല്ലാതെ നാം പലപ്പോഴും ദൈവവുമായുള്ള ഒരു ബന്ധത്തിൽ ഏർപ്പെടാറുണ്ട്. എന്താണ് സംഭവിക്കുക? കൈയും കാലും കെട്ടി അവർ അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. അവിടെ വെളിച്ചമുണ്ടായിരിക്കുകയില്ല. മുന്നോട്ട് യാത്ര ചെയ്യാൻ സാധിക്കില്ല. കാരണം കൈയും കാലും കെട്ടി എറിയപ്പെട്ടിരിക്കുന്നു. അവിടെ വിലാപവും പല്ലുകടിയും മാത്രം. ഇനി ദൈവവുമായി നാം അനുദിനം ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, ജപമാലയിലൂടെ, കുടുംബ പ്രാർത്ഥനയിലൂടെ, വചനവായനയിലൂടെ, ദിവ്യബലിയിലൂടെ, കുമ്പസാരത്തിലൂടെ, മറ്റ് കൗദാശിക ജീവിതത്തിലൂടെ ദൈവവുമായൊരു ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്? എന്ത് കിട്ടും? അതാണ് ഇന്നത്തെ 1-ാം വായനയിൽ നാം വായിച്ചു കേൾക്കുന്നത്. നമുക്ക് വിജയം ലഭിക്കും. ജഫ്തായെ കർത്താവ് വിജയത്തിലേക്ക് നയിക്കുന്ന സംഭവമാണ് 1-ാം വായനയിൽ നാം വായിച്ചു കേൾക്കുന്നത്. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തകൻ പറയുന്നത്, ദൈവവുമായൊരു ബന്ധത്തിലായിരുന്നാൽ ദൈവമായ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്. എന്നിട്ട് സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. പ്രിയപ്പെട്ടവരെ, ദൈവം അനുദിനം പലരിലൂടെ, നമ്മുടെ മാതാപിതാക്കളിലൂടെ, അധ്യാപകരിലൂടെ, സഹോദരങ്ങളിലൂടെ, ഈ സഭയിലൂടെ, നമ്മുടെ ചില പ്രിയപ്പെട്ട വ്യക്തികളിലൂടെ ദൈവം നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അത് തിരസ്കരിക്കാതെ സ്നേഹത്തിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ദൈവവുമായുള്ള ബന്ധത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.